ഹായ് ഫ്രണ്ട്സ്, ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യുഎഇയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് അപ്ഡേഷനുകൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 5ഓളം കമ്പനികളിലായിട്ട് ഇന്ന് പുതിയ വാക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾക്ക് കമ്പനി ഡയറക്റ്റായിട്ട് അയച്ചു തന്നിട്ടുള്ള വാക്കൻസികളാണ്, പുതിയ വാക്കൻസികളാണ്. നിലവിൽ യുഎഇയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കും ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ, ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറേ വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ആഴ്ചയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ യുഎഇയിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ, വിസിറ്റ് വിസയിലോ അതല്ലെങ്കിൽ ക്യാൻസൽഡ് വിസയിലോ ഉള്ള ജോബ് മാറി വേറെ ജോബിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതല്ലെങ്കിൽ യുഎഇയിലോട്ട് ജോബ് സംബന്ധമായി നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. എനിക്ക് വരുന്ന എല്ലാ വേക്കൻസികളും അതേപോലെ തന്നെ എനിക്ക് അയച്ചു തരുന്ന എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേഷനുകളും അതിൽ ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്ത് ഇടാൻ പറ്റും എന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി ഫുഡ് എക്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കഫേയിലൊക്കെ വന്നിട്ടുള്ള വേക്കൻസിയാണ്. ഏകദേശം 4 കാറ്റഗറിയിലായിട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള പുതിയ വേക്കൻസിയാണ്. ഷവർമ മേക്കർ, അതേപോലെ തന്നെ ബൈക്ക് റൈഡേഴ്സ്, വൈറ്റർ ആൻഡ് വൈറ്റേഴ്സ് മലയാളികളെയാണ് നോക്കുന്നുള്ളത്. അതേപോലെ തന്നെ കാഷ്യറിൻ്റെ മേഖലയിലേക്ക്, ടീ മേക്കറിൻ്റെ മേഖലയിലേക്ക്, ചായ അടിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് 20 മുതൽ 45 വരെയാണ് പ്രായപരിധിയായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിലവിൽ യുഎഇയിലുള്ള മലയാളികളെയാണ് നോക്കുന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡയറക്റ്റ് കമ്പനി അറിയുന്നതാണ്. ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ മേഖലയുമായി, റെസ്റ്റോറൻറ്റ് മേഖലയുമായി ജോബ് നോക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക. അടുത്തതായി ദുബൈയിലുള്ള അവന്യൂ ഹോട്ടലിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ്. ഏകദേശം 6 കാറ്റഗറിയിലായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ്. അസിസ്റ്റൻറ്റ് F&B മാനേജർ, അതേപോലെ തന്നെ ഫ്രണ്ട് ഡെസ്ക് ഏജൻറ്റ്, ബെൽ ബോയ്, വൈറ്റർ ആൻഡ് വൈറ്റേഴ്സ്, HVAC ടെക്നീഷ്യൻ, അതേപോലെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഡ്രൈവേഴ്സിനെയാണ് നോക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, നിലവിൽ UAEയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാണ്. ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്റ്റ് കമ്പനി അറിയുന്നതാണ്. ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇവരുടെ തന്നെ വേക്കൻസി, ഇവരുടെ പേജിലാണ് ഈ വേക്കൻസിയൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ മുമ്പ് ഒരു 2 മാസം മുമ്പൊക്കെ ഇവരുടെ വേക്കൻസി നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് അപ്ലൈ ചെയ്ത കുറച്ച് ആൾക്കാർക്കൊക്കെ ഇതിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. ഈ കമ്പനിയിൽ ജോബിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അവസരമാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക. വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർക്ക് ഹൽ മദീന ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ജോബ് അപ്ഡേഷനാണ്. ഏകദേശം 10-15ഓളം കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറേ പേര് സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് അതേപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ക്യാഷ് സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്ക്, അതേപോലെ തന്നെ ബൂച്ചറി സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്ക്, ഫിഷ് സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കും അതേപോലെ തന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ റീറ്റെയിൽ മേഖലയിലേക്ക് ക്യാഷ്യർ, ബൂച്ചറി സ്റ്റാഫിൻ്റെ മേഖലയിലേക്ക്, ഫിഷ് കട്ടിംഗ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്ക്, അതേപോലെ തന്നെ സെയിൽസ് മാൻ്റെ ഏകദേശം 20ഓളം വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ക്വാളിഫിക്കേഷന്, എക്സ്പീരിയൻസൊക്കെ ചോദിക്കുന്നുണ്ട്. സെയിൽസ്മാന് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ബേക്കറി സെയിൽസ്മാൻ്റെ 2 വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈക്ക് ഡെലിവറി സ്റ്റാഫിൻ്റെ മേഖലയിലേക്ക്, ഹോം ഡെലിവറി സ്റ്റാഫിൻ്റെ മേഖലയിലേക്ക്, ഹെൽപ്പറിൻ്റെ മേഖലയിലേക്ക് ഏകദേശം 5ഓളം വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട്. ക്ലീനിങ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്ക് ഏകദേശം 4ഓളം വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട്. സെക്യൂരിറ്റീൻ്റെ ഏകദേശം 4 വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നിലവിൽ UAEയിലുള്ള ആൾക്കാർക്കുള്ള വേക്കൻസിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ താഴത്ത് ഓരോ കമ്പനിയുടെ പേരും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള, ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓരോ ജോബിനും അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളതൊക്കെ വീഡിയോയിൽ ഇങ്ങനെ വായിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ വളരെ ലെന്തായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പീഡാക്കിയിട്ട് പറയുന്നുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് HR25@madinagroup.ae എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹൈപ്പർ മാർക്കറ്റ് മേഖലയുമായി ജോബ് നോക്കുന്ന ആരെങ്കിലും
ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഇങ്ങനെയുള്ളൊരു വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തേക്ക് എന്ന് നിങ്ങളൊന്ന് ഇൻഫർമേഷൻ അവരിലേക്കും കൂടെ ഈ ഇൻഫർമേഷൻ എത്തിക്കാൻ ശ്രമിക്കുക. അടുത്തതായി ഒരു മെഗാ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഈ വരുന്ന സെപ്റ്റംബർ 24 ക്രൗൺ മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ഹയറിംഗ് ആണ്, ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ സ്പെഷ്യലിസ്റ്റിൻ്റെ മേഖലയിലേക്ക്, അതേപോലെ തന്നെ റിസപ്ഷനിസ്റ്റിൻ്റെ മേഖലയിലേക്ക് രജിസ്റ്റർ നഴ്സ്, DOH ലൈസൻസ് ഉള്ള രജിസ്റ്റർ നഴ്സ് മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ GP ഡോക്ടേഴ്സിൻ്റെ മേഖലയിലേക്ക്, അനസ്തേഷ്യ ടെക്നോളജിസ്റ്റിൻ്റെ മേഖലയിലേക്ക്, അതേപോലെ തന്നെ ജനറൽ സർജറി, ഇൻ്റർണൽ മെഡിസിൻ, ഒപ്താമോളജിസ്റ്റ്, ENT, ഡെർമറ്റോളജിസ്റ്റ്, എയർ ട്രാൻസ്പ്ലാന്റ് സ്പെഷ്യലിസ്റ്റ്, ബയോമെഡിക്കൽ എഞ്ചിനീയർ, അതേപോലെ തന്നെ HR, നോൺ മെഡിക്കൽ സ്റ്റാഫിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂസാണ് നടക്കുന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻ്റർവ്യൂക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോകാവുന്നതാണ്. അബുദാബിയിൽ നിന്നാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ബസ് നമ്പർ, അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഷാബിയ മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഈ കാണുന്ന ബസ് മുഖേന നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ നല്ലൊരു അവസരമാണ്. കമ്പനി ഡയറക്റ്റ് അറിയുന്നതാണ്, ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഇൻ്റർവ്യൂക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ CV ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് JP ഗൾഫോ അതല്ലെങ്കിൽ JP ഗൾഫ് അപ്ഡേറ്റ് എന്നെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാവുന്നതാണ്. കാരണം നമ്മൾക്ക് ഡയറക്റ്റ് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ്. നമ്മൾ മുഖേന വരുന്ന ഇൻ്റർവ്യൂക്ക് വരുന്ന കാൻഡിഡേറ്റ്സിന് ഒരു മുൻഗണന കൊടുക്കുക എന്നവർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അടുത്തതായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അർജൻറ്റായിട്ട് ഏകദേശം 4 ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട്. അയാസ് വെഹിക്കിൾ ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവേഴ്സിനെയാണ് നോക്കുന്നുള്ളത്. ഇമ്മീഡിയറ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നെസ്റ്റോയുടെ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടോ അതല്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടോ നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ്. എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസി ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷനും UAE നടക്കുന്ന എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും അതേപോലെ തന്നെ വേക്കൻസിയുടെ ഡീറ്റെയിൽസുകളും കൃത്യമായി നിങ്ങളിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിടാം. കാരണം അതിൽ ഞാൻ എല്ലാ ദിവസവും സ്റ്റോറി ആഡ് ചെയ്യാറുണ്ട്. എല്ലാ വേക്കൻസിയുടെയും അതേപോലെ തന്നെ അപ്ഡേഷനുകളെല്ലാം കൃത്യമായിട്ട് ഞാൻ അതിൽ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആൾക്കാർ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഏകദേശം ഒരാഴ്ചയോളമായി വീഡിയോ ഒന്നും ചെയ്യാത്തത്. കാരണം നല്ല തിരക്കായിരുന്നു. നമുക്ക് കിട്ടുന്ന ജോബ് വേക്കൻസിയൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അപ്പോൾ ഫുള്ളാവുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാത്തത്. കാരണം വെറുതെ വീഡിയോ ചെയ്തിട്ട് ആർക്കും ഉപകാരമില്ലാതെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വീഡിയോ ചെയ്ത് ഈ എഫേർട്ട് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറോളം വേണം ഈ വീഡിയോ ചെയ്യാനും അതേപോലെ തന്നെ എഡിറ്റൊക്കെ ചെയ്ത് ഇടുമ്പോൾ 1 മണിക്കൂറോളം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1 മണിക്കൂർ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടണമല്ലോ. വെറുതെ കാലം ഞാൻ വീഡിയോ ഇട്ടത് കൊണ്ട് എനിക്ക് കാര്യമില്ല. കാരണം ഇതിൻ്റെ റവന്യൂ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഇതിൽ വലിയ റവന്യൂ കാര്യങ്ങളൊന്നുമില്ല. വെറുതെ കാലം ആർക്കെങ്കിലും നമ്മളുടെ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഒരു ജോബ് ശരിയാകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് നമ്മളുടെ ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് പറയാനൊന്നുമില്ല. അടുത്ത വേക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.